വെൽക്കം ടു പുളിയും സ്വാദും. ഇന്ന് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു വൈൻ ഇടുകയാണ്. വൈൻ ഞാൻ ഇടുന്നത് മുന്തിരി കൊണ്ടുള്ള വൈനാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വൈൻ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ 21 ദിവസം കൊണ്ട് റെഡിയാവുന്ന ഒരു വൈനാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ഞാൻ എങ്ങനെ വൈൻ ഇടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ വേറൊരു എപ്പിസോഡിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വൈൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുന്തിരിങ്ങ ഞാനിവിടെ ഒരു ദിവസം ഫുള്ള് ഉപ്പിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമ്മളിങ്ങനെ മുന്തിരിങ്ങ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അതിൻ്റെ അകത്തുള്ള വിഷം ഒക്കെ അടിച്ചു വരുന്ന മുന്തിരിങ്ങ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് വെള്ളത്തിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക, ഈ തരത്തിലുള്ള മുന്തിരിങ്ങ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വൈൻ ഗ്രേപ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഈ ഒരു മുന്തിരിങ്ങ തന്നെ എടുക്കുക. അല്ലാതെ സാധാരണ സീഡ്ലെസ് മുന്തിരിങ്ങയൊന്നും എടുക്കരുത്. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 5 കിലോ മുന്തിരിങ്ങയാണ് കേട്ടോ ഞാൻ ഈ എടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത്, അതായത് ഒരു 2-3 പ്രാവശ്യമായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് കളയണം. കാരണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അരിപ്പ പോലത്തെ പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അങ്ങനെ എടുത്താൽ മതിയാവും. അപ്പം അങ്ങനെ എടുത്തിട്ട് ഞാനിപ്പം കഴുകിയെടുത്ത് അതിലേക്കൊന്ന് വാരി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ മുന്തിരിങ്ങ മുഴുവനും കഴുകി ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം അടത്തി വെക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടത്തി വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അതൊന്ന് വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ഫുള്ള് അടത്തിയെടുക്കണം. കാരണം തണ്ടൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ വൈൻ ഇടുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കഴുകി കുറേ നേരം വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിക്കകത്തോ എങ്ങനെയെങ്കിലും ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം മുഴുവനും തോർത്തിയെടുക്കണം. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഒരല്പം വെള്ളം പോലും ഈ ഒരു മുന്തിരിങ്ങയിൽ കാണാൻ പാടില്ല. കാരണം നമ്മൾ വൈനിട്ട് വെക്കുമ്പോൾ പൂത്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഫുള്ളായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഞാനിവിടെ മുന്തിരിങ്ങ എല്ലാം നന്നായിട്ട് ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടുമില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കാണരുതെന്നുള്ളത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഗോതമ്പാണ്. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് ഇതുപോലെ ഒന്ന് കിഴി കെട്ടി, അതായത് ആവശ്യത്തിന് ഞാനൊരു 1/2 കപ്പോളം ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഈസ്റ്റും വേണം. അപ്പോൾ ഈസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് അളവ് അന്നേരം ഞാൻ പറഞ്ഞുതരാം. പിന്നീട് പഞ്ചസാര. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴുകി ഉണങ്ങിയ ഒരു ഗ്ലാസ് കുപ്പിയിലേക്കാണ് ഞാൻ ആദ്യം തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസ് പോലുള്ള ഐറ്റംസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിനകത്തൊന്നും ഇടാനായിട്ട് ശ്രമിക്കരുത്. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ എത്ര അളവാണോ എടുക്കുന്നത് അതനുസരിച്ചുള്ള കുപ്പി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ മുന്തിരിങ്ങ ഒരു ലെവലായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ഇടുന്നത്. പഞ്ചസാരയുടെ അളവ് നമ്മൾ എത്ര കിലോ മുന്തിരിങ്ങ എടുക്കുന്നോ അത്രയും തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ചേർക്കാം. പക്ഷെ ഞാനിവിടെ ഏകദേശം ഒരു 4 കിലോ പഞ്ചസാര മാത്രമേ ഈ 5 കിലോ മുന്തിരിങ്ങയിലേക്ക് ചേർത്തുള്ളൂ. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അത്രയുമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രോസസ്സിങ് പോലെ, അതായത് ആദ്യം തന്നെ മുന്തിരിങ്ങ നിരത്തുക, പിന്നീട് പഞ്ചസാര നിരത്തുക, അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈസ്റ്റ് നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുമല്ലോ. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്ക് ഈസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും ഇടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ മുന്തിരിങ്ങ നിരത്തുന്നു, അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇടുന്നു, പിന്നീട് ഒരു കുറച്ച് ഈസ്റ്റ് ചേർക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇനി അതൊന്ന് നമുക്ക് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലൊന്ന് ഹാഫ് ലെവലാക്കാം.
ഹാഫ് ലെവലായി. അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഗോതമ്പിൻ്റെ കിഴിയുണ്ടല്ലോ, അത് നമ്മൾ നടുക്കേക്ക് വെച്ചു. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മുന്തിരിങ്ങ, അതുപോലെ തന്നെ പഞ്ചസാര, പിന്നീട് ഒരല്പം ഈസ്റ്റ്. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഗോതമ്പ് 1/2 കപ്പാന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. ഗോതമ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാമേ. ഇനി ഗോതമ്പ് ഇങ്ങനെ കിഴി കെട്ടിയില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. കിഴി കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ എന്തായാലും അരിച്ചിട്ടാണ് നമ്മൾ വൈൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും വരത്തില്ല. പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുവപ്പട്ടയോ ഏലക്കയോ ഒക്കെ നമുക്ക് ചേർക്കാം. പക്ഷെ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ആ പ്യുവർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ ലെവലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിനി വെള്ളം ഒഴിച്ചു. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ തിളപ്പിച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ എടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതായത് തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു വൈൻ ഇടുന്ന ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നന്നായിട്ട് മൂടി കെട്ടി വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അതൊരു ലെവലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന വൈന്. അപ്പോൾ ഇനി നമുക്കൊരു നല്ലൊരു തുണി എടുത്തിട്ട് ഇതൊന്ന് മൂടിക്കെട്ടാം. അപ്പോൾ ഇതിൻ്റെ വായൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂടി കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ അടപ്പൊക്കെ ഒന്ന് അടച്ച് വയ്ക്കാനായിട്ട്. ഒരുപാട് ടൈറ്റ് വേണമെന്നില്ല, പക്ഷെങ്കിൽ ഒരു ഇതായിട്ട് തന്നെ, കാരണം എയർ തള്ളി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 5 ദിവസം, അതായത് ഇതിപ്പോൾ കാണുന്നത് 1ാമത്തെ ദിവസമാണ് കേട്ടോ. 1ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 ദിവസം കണ്ടിന്യൂസ് തന്നെ നമുക്ക് ഈ ഒരു വൈനൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ 5 ദിവസം ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മളിത് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. പിന്നീട് 21ാമത്തെ ദിവസം, കറക്റ്റ് 21ാമത്തെ ദിവസം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇനി ആ ഒരു 21ാമത്തെ ദിവസത്തെ ഉള്ള വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.